ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഓവനൊന്നും അല്ലാതെ തന്നെ സ്റ്റൗവിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി തരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞ തീരെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ആദ്യം വേറൊരു ബൗളിലേക്കാണ് മുട്ടയുടെ മഞ്ഞയും വെള്ളയും മാറ്റി കൊടുക്കുന്നത്. അങ്ങനെ 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയും മാറ്റിയെടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി കലരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മാറ്റിയെടുത്ത മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മുട്ടയുടെ വെള്ള പതഞ്ഞ് നല്ല മഞ്ഞ പോലെ ആയി വരും. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ മുട്ടയുടെ വെള്ള നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ള നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്യണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഒരു 4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ വെള്ള നല്ല ക്രീം പോലെ ആയി വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അടുത്തതായി മുട്ടയുടെ വെള്ളയിലേക്ക് മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറേശ്ശെയായി മുട്ടയുടെ വെള്ളയിലോട്ട് ഒഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയുടെ മഞ്ഞ മുഴുവനായി ഒഴിച്ച് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീറ്റർ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് അല്ലാതെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും മാറ്റാതെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് കൂടുതൽ പെർഫെക്റ്റായിട്ട് കേക്ക് കിട്ടിയത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുട്ടയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് മിൽക്കും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്നും 1-2 ടീസ്പൂണ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സും അതുപോലെ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മുട്ടയുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. രണ്ടും ഇടവിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ വല്ലാതെ ഓവർ മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുട്ട പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കേക്ക് പൊങ്ങി വരും ചെയ്യൂല. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഓയിൽ മിക്സ് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു 4 പ്രാവശ്യം ഇടവിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പാൻ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂടുതലുണ്ടെങ്കിൽ താഴെ ഒരു തട്ട് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി കേക്ക് ബാറ്റർ കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു ബട്ടർ പേപ്പർ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ ഒഴിക്കാം. പാനിലേക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കേക്ക് മോൾഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി പാൻ അടച്ചു വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ചിട്ടും അതുപോലെ ബാറ്ററിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടുമാണ് സമയം എടുക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് പോയിട്ട് തുറന്നു കൊടുക്കാനൊന്നും പാടില്ല. അങ്ങനെ ആകുമ്പോൾ കേക്ക് താഴ്ന്നു പോകും പൊങ്ങി വന്നതെല്ലാം. അങ്ങനെ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പാന് തുറന്ന് നോക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കണം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒരു സ്ക്യൂർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ടാകും. ഇവിടെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് മോൾഡ് പാനിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. നല്ല സോഫ്റ്റാണ് കേക്ക്. ഇനി ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കേക്കിനെ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട ഷുഗർ സിറപ്പും അതുപോലെ കേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള പൈനാപ്പിൾ പ്യൂരിയും തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പൈനാപ്പിൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ പൈനാപ്പിളിന് ടേസ്റ്റും സ്മെല്ലും കുറവായത് കാരണമാണ് എസൻസ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലെ വെള്ളം നമുക്ക് ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ പൈനാപ്പിളിനെ 2 ഭാഗങ്ങളാക്കി മാറ്റി കുറച്ച് നമുക്ക് പ്യൂരി ആക്കാനും കുറച്ച് കേക്ക് ഫില്ലിങ്ങിനായിട്ടും യൂസ് ചെയ്യാം. ഇനി നമുക്ക് പൈനാപ്പിൾ പ്യൂരി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് പൈനാപ്പിൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ പൈനാപ്പിൾ പ്യൂരിയും അതുപോലെ കേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് 2 ഡ്രോപ്സ് യെല്ലോ ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായി ഞാൻ ടേൺ ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്.
ഇനി ഫസ്റ്റ് ലെയർ വെച്ച് നന്നായി ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പൈനാപ്പിൾ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പൈനാപ്പിൾ പീസസും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഫില്ലിങ്സും ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യാം. ഇനി നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അങ്ങനെ നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ കേക്ക് ഫുൾ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായി ക്രീമിലേക്ക് 2 ഡ്രോപ്സ് ജെൽ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്ത് കേക്കിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഓപ്പൺ സ്റ്റാർ ടിപ്പ് നോസിൽ എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി മുകൾ ഭാഗം കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ഡിസൈൻ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ കേക്ക് മുഴുവനായി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി കേക്കിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീഫുകൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഗ്രീൻ കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്ത് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതുപോലെ ഞാനൊരു 5 ലീഫ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചാൽ വേഗം സെറ്റായി കിട്ടും. അങ്ങനെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 1 ഹവറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച ശേഷമേ കട്ട് ചെയ്യാവൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്